ഡിഫറൻസ് ബിറ്റ്വീൻ എ ട്രാവൽ ഏജൻറ്റ് ആൻഡ് ടൂർ ഓപ്പറേറ്റർ. ഒരു ട്രാവൽ ഏജൻറ്റും ടൂർ ഓപ്പറേറ്ററും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണ് നോക്കാം. ട്രാവൽ ഏജൻറ്റ്. A travel agent only organizes or plans a trip. He doesn't accompany travelers or tourists. ട്രാവൽ ഏജൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ ഹൂ ഓർഗനൈസസ് അല്ലെങ്കിൽ പ്ലാൻസ് എ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന ആളാണ് ട്രാവൽ ഏജൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ ട്രാവലേഴ്സ് അല്ലെങ്കിൽ ടൂറിസ്റ്റുകളുടെ കൂടെ അവർ അക്കോമ്പനി ചെയ്യില്ല, അത് അവരുടെ കൂടെ പോവില്ല എന്നുള്ളതാണ്. ആ ഒരു പർട്ടിക്കുലർ ഡെസ്റ്റിനേഷനിലേക്ക് പോവില്ല എന്നുള്ളതാണ്. പിന്നെ ടൂറിസ്റ്റുകൾക്ക് വേണ്ട എല്ലാ അറേഞ്ച്മെൻറ്റും ചെയ്തു കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു ഫെസിലിറ്റേറ്റർ എന്നുള്ളത് വേണമെങ്കിൽ പറയാം. എല്ലാം ഓർഗനൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ അറേഞ്ച് ചെയ്യുന്ന ഒരാളാണ് ട്രാവൽ ഏജൻറ്റ്. Moreover, a travel agent helps the tourist in buying tickets, telling them about promotional offers on ticket purchase. വേണ്ട എല്ലാ കാര്യങ്ങളും ടൂറിസ്റ്റുകൾക്ക് ചെയ്തു കൊടുക്കുക, അതാണ് ട്രാവൽ ഏജൻറ്റിൻ്റെ പണി എന്ന് പറയുന്നത്. അതായത് ടിക്കറ്റ് എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇപ്പം ഏതെങ്കിലും ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നപ്പോൾ വെദർ ഇറ്റ് ഈസ് ബൈ ബസ്, ബൈ ട്രെയിൻ ഓർ ബൈ ഫ്ലൈറ്റ്, എങ്ങനെയാണെങ്കിൽ പോലും, ഏത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിൽ പോലും അതിൽ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക. ടിക്കറ്റ് ബുക്ക് ചെയ്യുക, അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്യാന്ന് പറയാം, അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സം ട്രാവൽ ഏജൻറ്റ്സ് ആർ ഓൾസോ പ്രൈവറ്റ് റീറ്റെയിലേഴ്സ്. പിന്നെ കുറേ ആൾക്കാർ നമ്മുടെ പ്രൈവറ്റ് റീറ്റെയിലേഴ്സിൻ്റെ പോലെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. They advertise various hotels, places or resorts of different countries. For this they charge money. അതായത് മറ്റുള്ള ഈ വലിയ പിന്നെ റിസോർട്ട്സ് അല്ലെങ്കിൽ ഹോട്ടൽസ് ഇവരുടെ കയ്യിൽ നിന്നൊക്കെ ഒരു പർട്ടിക്കുലർ ഡീലിലെത്തിയതിന് ശേഷം അത് മാർക്കറ്റ് ചെയ്യുന്ന പരിപാടിയും കൂടി ട്രാവൽ ഏജൻസിനുണ്ട്. അതായത് ഇപ്പം ഒരാൾ ഏതെങ്കിലും ഒരു ടൂർ പാക്കേജൊക്കെ കണ്ടിട്ട് ഒരു ട്രാവൽ ഏജൻറ്റിനെ കാണാൻ വരികയാണെങ്കിൽ ആ പർട്ടിക്കുലർ ടൂറിസ്റ്റിനെ എന്ത് ചെയ്യുക, ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിച്ചുകൊണ്ട് ഈ ഒരു പർട്ടിക്കുലർ ഡെസ്റ്റിനേഷനിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള ഏതെങ്കിലും ഹോട്ടൽസ് അല്ലെങ്കിൽ റിസോർട്ട്സുമായിട്ട് ഒരു ടൈപ്പ് ഉണ്ടാക്കിയിട്ട് അത് എങ്ങനെ ഇവർക്ക് എത്തിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ അവിടെ എങ്ങനെ ഇവർക്ക് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ചിന്തിക്കാം എന്നുള്ളതാണ്. They even pay services to the travelers on behalf of these hotels, resorts or rent-a-car service. So they actually sell products on behalf of suppliers. അതുകൊണ്ടാണ് അവർ റീറ്റെയിലേഴ്സ്, പ്രൈവറ്റ് റീറ്റെയിലേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പം ഓൺ ബിഹാഫ് ഓഫ് ദി ഈ പറഞ്ഞ റിസോർട്ട്സ് അല്ലെങ്കിൽ ഹോട്ടൽസ് ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് അവരുടെ പ്രൊഡക്ട്സ് എന്ത് ചെയ്യുന്നു, ഈ ട്രാവൽ ഏജൻസ് അവരുടെ ക്ലയൻസിൽ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ റെക്കമെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ഇൻഡയറക്റ്റ്ലി അവർ എന്ത് ചെയ്യുന്നു, ഇത്തരത്തിലുള്ള റിസോർട്ട്സ് ഇതെല്ലാം ഇവർക്ക് സെൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു റീറ്റെയിലറുടെ ജോലി കൂടിയാണ് ട്രാവൽ ഏജൻറ്റ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ. The working system of modern day travel agents has been reshaped to much extent. Now, in addition to providing the ordinary tourism services, these provide the system for making travel arrangements for commercial and business purposes as well. The designation travel agent itself describing a person working as an agent. So, being an agent, the source of income of travel agent is the commission that he is paid by the agencies for which he is working. In addition to earning commission against bookings, he also received benefits and bonus from the tourism and travel companies as well. നേരത്തെ പറഞ്ഞതിൻ്റെ അത് തന്നെ ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് പറയുന്നതെന്നുള്ളൂ. നേരത്തെ പറഞ്ഞ സെയിം കാര്യം തന്നെ. ട്രാവൽ ഏജൻസി ജസ്റ്റ് ഇപ്പം ടിക്കറ്റ് ബുക്ക് ചെയ്യുക, അതിൽ നിന്ന് മാത്രമുള്ള വരുമാനം വെച്ചിട്ടല്ല അവർ പിന്നെ റൺ ചെയ്തു പോകുന്നത്. ഇത്തരത്തിലുള്ള ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു ഈ ട്രാവൽ ആൻഡ് ടൂറിസം ഇൻഡസ്ട്രിയിൽ ഒരു റീറ്റെയിലർ എന്നുള്ള
ഒരു റോളും കൂടി ഇവർ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഫോർ വിച്ച് ദേ വിൽ ഗെറ്റ് റീസണബിൾ എമൗണ്ട് ഓഫ് കമ്മീഷൻ. അപ്പം അതും അവർക്കൊരു വരുമാന മാർഗമാണെന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു മോഡേൺ ആയിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തിൽ ഇവർ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടൊക്കെ ആക്ട് ചെയ്യുന്നുണ്ട്. അതിനവർക്ക് പൈസയും കിട്ടുന്നുണ്ട്. ഓക്കെ, മണി എക്സ്ചേഞ്ച്, ട്രാവൽ ഗൈഡ്, ട്രാവൽ ഇൻഷുറൻസ് ആൻഡ് ലൈക്ക്വൈസ് അതർ services can also be the mode of earnings of travel agents as well. In short, the basic role of travel agent is to work as an agent for a sale and administration of the packages of the company under which supervision he is working. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ സർവീസസും ഇവർ ചെയ്യുന്നുണ്ട്. ലൈക്ക് മണി എക്സ്ചേഞ്ച്, അതായത് ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് എങ്ങോട്ടെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കറൻസി തീർച്ചയായിട്ടും നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത്തരത്തിലുള്ള സർവീസുകളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ട്രാവൽ ഗൈഡ്, അതുപോലെ ട്രാവൽ ഇൻഷുറൻസ്, അതായത് നമ്മളിപ്പം പോകുന്ന സമയത്ത് നമ്മുടെ ഏതെങ്കിലും രീതിയിലുള്ള പ്രോപ്പർട്ടീസിന് അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവന്ന പൊസഷൻസ്, വാല്യുബിൾസിനൊക്കെ എന്തെങ്കിലും കേടുകൾ സംഭവിക്കുകയാണെങ്കിൽ അതിന് ഇൻഷുറൻസ് കവറേജ് കൊടുക്കുക. ഇതൊക്കെയാണ് മെയിനായിട്ട് ട്രാവൽ ഇൻഷുറൻസ് എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ട്രാവൽ ഏജൻസ് കൊടുക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ടൂർ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ആരാണ്? ടൂർ ഓപ്പറേറ്റർ, ദേ ആർ സ്പെഷ്യലൈസ്ഡ് tour operators as well. Like for one distinct country, there will be a specialized tour operator who knows almost everything about that place. Tour operator also supply travelers with a complete package of residency, transportation and even flight. So tour operators basically create pre-packages holidays for the travelers. So tour operator actually plans out the tour or holiday. He book tickets, a hotel destination, flight, transportation and even food. You can also ask for to get this responsibility is to provide your occasion with all the necessities. അപ്പോൾ ട്രാവൽ ഏജൻറ്റും ടൂർ ഓപ്പറേറ്ററും തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്ന് പറഞ്ഞാൽ രണ്ടും ഏകദേശം ഒരേ കാര്യം തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ ടൂർ ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു പർട്ടിക്കുലർ ഒരു ട്രാവലർ, അയാൾ എങ്ങോട്ടാണ്, ഏത് ഡെസ്റ്റിനേഷനിലേക്കാണോ പോകുന്നത്, ആ ഡെസ്റ്റിനേഷനിലേക്ക് പോകുമ്പോൾ അയാൾക്ക് വേണ്ട കാര്യങ്ങൾ മൊത്തം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. ഇൻ ജനറൽ അയാളെ കമ്പനി ചെയ്യുക, അയാൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ട്രാവൽ ഏജൻസിൻ്റെ എല്ലാ കാര്യങ്ങളും ടൂർ ഓപ്പറേറ്റേഴ്സും ചെയ്യുന്നുണ്ട്. അതായത് ടിക്കറ്റ് ബൈ ചെയ്യുക, ടിക്കറ്റ് വാങ്ങിക്കൊടുക്കുന്നു, ബുക്കിംഗ്, ഹോട്ടൽ ഡെസ്റ്റിനേഷൻ, ഫ്ലൈറ്റ്, ട്രാൻസ്പോർട്ടേഷൻ, പിന്നെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ടൂർ ഓപ്പറേറ്റേഴ്സും ചെയ്യുന്നുണ്ട്. റെസ്പോൺസിബിലിറ്റീസ് ടു പ്രൊവൈഡ് യുവർ അക്കേഷൻ വിത്ത് ഓൾ ദ നെസസിറ്റീസ്. നമ്മുടെ എല്ലാ നെസസിറ്റീസും കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും അവർ എന്ത് ചെയ്യുക, നമ്മുടെ ഒരു പർട്ടിക്കുലർ ടൂർ പാക്കേജ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ജസ്റ്റ് ലൈക്ക് ട്രാവൽ ഏജൻറ്റ്, travel operator deals in the okay. Some travel operators provide the other facilities to the other clients as well in the shape of arranging special trips for their clients. Some common types of tour operators are inbound tour operators, outbound tour operators, domestic tour operators, group tour operators ആൻഡ് ഡെസ്റ്റിനേഷൻ മാനേജ്മെൻറ്റ് കമ്പനീസ്. അപ്പോൾ ടൂർ ഓപ്പറേറ്റേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ് പറയുന്നത്. ഇൻബൗണ്ട് ഉണ്ട്, ഔട്ട്ബൗണ്ട് ഉണ്ട്, ഡൊമസ്റ്റിക് ടൂർ ഓപ്പറേറ്റേഴ്സ്, ഗ്രൂപ്പ് ടൂർ ഓപ്പറേറ്റേഴ്സ്, ഡെസ്റ്റിനേഷൻ മാനേജ്മെൻറ്റ് കമ്പനീസ് ഉണ്ട്. The basic functions of all these remain with little difference on the additional services and sectors in which they operate. It has a proper organization structure because in the case of large travel operating company there can be subsidiaries in the other cities or countries as well. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള 5 കാറ്റഗറി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടൂർ ഓപ്പറേറ്റേഴ്സ്, ഇൻബൗണ്ട്, ഔട്ട്ബൗണ്ട്, ഡൊമസ്റ്റിക്, ഗ്രൂപ്പ് ഓപ്പറേറ്റേഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ മാനേജ്മെൻറ്റ് കമ്പനീസ്. അപ്പോൾ ഈ എല്ലാ തരത്തിലുള്ള ടൂർ ഓപ്പറേറ്റേഴ്സ് ഇവർ ഓൾമോസ്റ്റ് കോമൺ ആണ്. ഇവരുടെ ഫങ്ഷൻ എല്ലാം ചെറിയ ഡിഫറൻസസ് മാത്രമേ ഉള്ളൂ. സോഴ്സ് ഓഫ് ഇൻകം ഫോർ ട്രാവൽ ഓപ്പറേറ്റേഴ്സ് ആർ providing services to the clients and also earning commission from the different companies by booking their services for the clients. However, most of the travel operators have their own service area as well, and instead of hiring the third party services, these provide all kind of services to the clients on their own. അപ്പോൾ മെയിനായിട്ട്
സോ അവരുടെ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് അവരുടെ ക്ലയൻസിന് ഏറ്റവും നല്ല സർവീസ് കൊടുക്കുക, അതോടൊപ്പം തന്നെ ഒരു മിഡിൽ മാനായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും നല്ല സർവീസ് കൊടുക്കുമ്പോൾ തന്നെ ഏതെങ്കിലും നല്ല കമ്പനീസിന്, അപ്പോൾ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, അതിൽ ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സ്, ഇതൊക്കെ ഇവർക്കൊരു ടൈപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് അവരുമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഓക്കെ. അപ്പോൾ അതൊക്കെയാണ് ഇവരുടെ ഇൻകം എന്ന് പറയുന്നത്. പിന്നെ ഡിഫറൻസ്, ട്രാവൽ ഏജൻസ് യൂഷ്വലി സെൽ പാക്കേജസ് ദേ ഹാവ് ബോട്ട് ഫ്രം വാരിയസ് ടൂർ ഓപ്പറേറ്റേഴ്സ്, വൈൽ ടൂർ ഓപ്പറേറ്റേഴ്സ് ലുക്ക് ഇൻ ടു ഓൾ ആസ്പെക്ട്സ് ഓഫ് വെക്കേഷൻ ദേ പ്ലാൻ ഓൾമോസ്റ്റ് എവറിത്തിങ്. ട്രാവൽ ഏജൻസി സാധാരണ ടൂർ പാക്കേജസ് ആണ് സെല് ചെയ്യുക വാരിയസ് ഓപ്പറേറ്റേഴ്സ് എന്ന്. അപ്പോൾ ട്രാവൽ ഏജൻസി എന്ന് പറഞ്ഞാൽ ഈ ടൂർ ഓപ്പറേറ്റേഴ്സ് ഒരുപാട് പേരുമായിട്ട് കണക്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡെസ്റ്റിനേഷനിലേക്ക് നല്ല പാക്കേജ് കൊടുക്കുന്ന എല്ലാ സൗകര്യങ്ങളുമായിട്ട് ടൂറിസ്റ്റുകൾക്ക് പോകാൻ പറ്റുന്ന പല കമ്പനീസിൻ്റെ പാക്കേജസ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് സെല് ചെയ്യുക എന്നുള്ളതാണ് ട്രാവൽ ഏജൻസ് മെയിനായിട്ട് ചെയ്യുന്നത്. ടൂർ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് വേണ്ട A to Z കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. They are specialized tour operators as well, dealing with especially one country at a time, but there is no specialization in the case of travel agents. ടൂർ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻസ് അല്ലെങ്കിൽ ടൂർ ഓപ്പറേഷൻസ് ആണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. ട്രാവൽ ഏജൻസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അവർക്കൊരു പർട്ടിക്കുലർ എന്താ പറയുക, ഒരു സ്പെഷ്യലൈസേഷൻ എന്നൊന്നുമില്ല. ഇൻ ജനറൽ എല്ലാ കമ്പനീസിൻ്റെയും ട്രാവലിംഗ് പാക്കേജസ് കൺസിഡർ ചെയ്യാതെ വിൽക്കുക, അതുവഴി കമ്മീഷൻ നേടിയെടുക്കുക, ഇതൊക്കെയാണ് ട്രാവൽ ഏജൻസിൻ്റെ മെയിൻ ഉദ്ദേശം. ട്രാവൽ ഏജൻറ്റ് കീപ്സ് ഹിസ് പ്രോഫിറ്റ് വൈൽ ടൂർ ഓപ്പറേറ്റർ കീപ്സ് ലെസ് പ്രോഫിറ്റ് ദാൻ ട്രാവൽ ഏജൻറ്റ്. അപ്പോൾ ട്രാവൽ ഏജൻറ്റിന് ഇതുപോലുള്ള ത്രൂ ഡിഫറെൻറ്റ് മീൻസ് അവർക്ക് പ്രോഫിറ്റ് കിട്ടുന്നു, അതവർ പ്രോഫിറ്റായിട്ട് തന്നെ നിലനിർത്തുന്നു. അപ്പോൾ കമ്പാരിറ്റീവ്ലി ടൂർ ഓപ്പറേറ്റേഴ്സിന് ലെസ് പ്രോഫിറ്റ് ആണെന്നുള്ള. ട്രാവൽ ഏജൻറ്റ് gets permit to work from the respective tour operator, either private or public, while travel operator acquires license from the original Ministry of Tourism. ട്രാവൽ ഏജൻറ്റ് ടൂർ ഓപ്പറേറ്ററിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, പെർമിറ്റ് എടുക്കുന്നത്. കാരണം അവരുടെ പ്രൊഡക്റ്റ് ആണല്ലോ സെല് ചെയ്യുന്നത്. പക്ഷേ ഒരു ട്രാവൽ ഓപ്പറേറ്റർ ആവണമെന്നുണ്ടെങ്കിൽ മിനിസ്ട്രി ഓഫ് ടൂറിസത്തിൽ നിന്ന് സ്പെഷ്യൽ പെർമിഷൻ അല്ലെങ്കിൽ ലൈസൻസ് എടുക്കണം എന്നുള്ള. ട്രാവൽ ഏജൻറ്റിന് ആവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണ്ട, അത്രത്തോളം ടൈം എടുക്കണ്ട കമ്പയർഡ് ടു ട്രാവൽ ഓപ്പറേറ്റർ ആണ്. സോ ട്രാവൽ ഓപ്പറേറ്റർ ആവണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്കിൽസ് ആവശ്യമാണ്. കാരണം ടൂറിസ്റ്റുകളുടെ കൂടെ അക്കോമ്പനി ചെയ്യുന്ന ആളാണ്. അപ്പോൾ അവരെ ഇംപ്രസ് ചെയ്യാനായിട്ട് ഒരുപാട് സ്കിൽസ് വേണമെന്നുള്ള. പ്രോപ്പർ ട്രെയിനിങ് നീഡഡ് ടു പർസ്യൂ കരിയർ ആസ് എ ട്രാവൽ ഏജൻറ്റ്, വൈൽ ട്രാവൽ ഓപ്പറേറ്റർ നീഡ്സ് ബിസിനസ് മാനേജ്മെൻറ്റ് പ്രാക്ടീസസ്. ട്രാവൽ ഏജൻറ്റ് സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, പ്രോപ്പർ ട്രെയിനിങ് കിട്ടണം എന്നുള്ളതാണ്. ടൂർ ഓപ്പറേറ്റർ അല്ലെങ്കിൽ ട്രാവൽ ഓപ്പറേറ്റർ ആണെങ്കിൽ അയാൾക്ക് വേണ്ടത് ബിസിനസ് മാനേജ്മെൻറ്റ് പ്രാക്ടീസസ് ആണ്. The duties of travel agents are mostly service oriented that requires not too much investment, while travel operator is required to invest in business. ട്രാവൽ ഏജൻ്റ് ആണെങ്കിൽ അവർക്ക് അത്രയധികം ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നില്ല. ഒരു സ്മോൾ ഓഫീസ് ഉണ്ടാക്കുക, ഓഫീസ് സെറ്റപ്പ് ചെയ്യുക, പിന്നെ ബാക്കിയെല്ലാം കാര്യങ്ങളൊക്കെ അവരെ അടുത്തേക്ക് കിട്ടിക്കോളും. വേറെ വലിയ എക്സ്പെൻസസ് ഒന്നുമില്ല. പക്ഷേ ടൂർ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കുറച്ചധികം ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമാണ്. ടൂർ ഓപ്പറേറ്റേഴ്സ് ഡയറക്ട്ലി റെസ്പോൺസിബിൾ ടു ദ റെഗുലേറ്ററി അതോറിറ്റീസ്, വൈൽ ട്രാവൽ ഏജൻറ്റ് ഈസ് ഫസ്റ്റ് റെസ്പോൺസിബിൾ ടു ദ ക്ലയൻസ് ആൻഡ് ദെൻ ടു ദ ട്രാവൽ ഓപ്പറേറ്റർ. ടൂർ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ ഡയറക്ട്ലി റെസ്പോൺസിബിൾ ടു റെഗുലേറ്ററി അതോറിറ്റീസ്. റെഗുലേറ്ററി ഈ മേഖലയിൽ ഉള്ള ഡിഫറെൻറ്റ് റെഗുലേറ്ററി അതോറിറ്റീസുമായിട്ട് എന്താണ് ഡയറക്റ്റ്ലി റെസ്പോൺസിബിൾ ആണ്. എന്നാൽ ട്രാവൽ ഏജൻറ്റ് അവരുടെ ക്ലയൻസിനോടാണ് ആദ്യം റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. ദെൻ ആണ് പിന്നീട് ട്രാവൽ ഓപ്പറേറ്റേഴ്സിനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി എന്നുള്ളതാണ്. There is no licensing system in the case of travel agent, while travel operator is required to get a license from the Ministry of Travel and Tourism. He is also required to renew license from time to time. അപ്പോൾ ട്രാവൽ ഏജൻറ്റിൻ്റെ കേസിൽ ലൈസൻസിങ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സംഭവമില്ല.
എന്നാൽ ട്രാവൽ ഓപ്പറേറ്റർ ആണെങ്കിൽ മിനിസ്ട്രി ഓഫ് ട്രാവൽ ആൻഡ് ടൂറിസത്തിൽ നിന്ന് സ്പെഷ്യൽ ലൈസൻസ് എടുത്താലാണ് അവർക്ക് പിന്നെ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ ഉള്ളത്, ഡിഫറൻസ് ബിറ്റ്വീൻ ട്രാവൽ ഏജൻസ് ആൻഡ് ടൂർ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ.